നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ശബരിമലയിലെ ദ്വാരപാലക പീഠവിവാദത്തിൽ സമഗ്ര അന്വേഷണമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം സ്വാഗതാർഹം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് ആസൂത്രിത ഗൂഢനീക്കം. വിദ്യാരംഭത്തിനൊരുങ്ങി ക്ഷേത്രങ്ങൾ. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിയിൽ ഭക്തജനപ്രവാഹം. നാളെ പുലർച്ചെ 4 മണിക്ക് എഴുത്തിനിരുത്ത് ചടങ്ങ് ആരംഭിക്കും. കോഴ ഫാം ഫെസ്റ്റ് ഹരിതാരവം 2K25 സമാപനം. പ്രായഭേദമില്ലാതെ കർഷകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. സ്വർണ്ണക്കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില പവന് 87,000 രൂപ. ഇന്ന് വർദ്ധിച്ചത് 880 രൂപ. വാർത്തകൾ വിശദമായി. ശബരിമലയിലെ ദ്വാരപാലക പീഠ വിവാദത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നുവെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലിൽ ദുരൂഹതയുണ്ടെന്നും കൃത്യമായ വിവരം പുറത്തുവരുമെന്നും ഇത് കോടതിയെ അറിയിക്കുമെന്നും മന്ത്രി കോട്ടയത്ത് പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ഒരു ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ടു പോകുന്നത് നല്ലതാണ്. പരാതി ഉന്നയിച്ചയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ പീഠം കണ്ടെത്തിയത് വളരെ ആസൂത്രിതമായ നീക്കം നടന്നതിന് തെളിവാണെന്നും VN വാസവൻ പറഞ്ഞു. പരാതി ഉന്നയിച്ചയാളിൻ്റെ സഹോദരിയുടെ വീട്ടിൽ തന്നെ പീഠം കണ്ടെടുക്കുന്ന സാഹചര്യം വന്നപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് നല്ല ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ആദ്യം തന്നെ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് അന്വേഷണത്തിന് ആദ്യമായി വെളിയിൽ വന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. 1999 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സമഗ്രമായ ഒരു അന്വേഷണം അത്തരത്തിൽ നടക്കുന്നത് ഏറ്റവും സ്വാഗതാർഹമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും പ്രവൃത്തികളും ദുരൂഹമാണ്. എല്ലാ കാര്യത്തിലും തെറ്റായ ഇടപെടലുകൾ ഇയാൾ നടത്തി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇക്കാര്യത്തിൽ നല്ല ഗൂഢാലോചന നടന്നു. അയ്യപ്പ സംഗമം നടക്കാൻ 5 ദിവസം ബാക്കി നിൽക്കെയാണ് സ്വർണ്ണപീഠം സംബന്ധിച്ച വാർത്ത വന്നത്. ആസൂത്രിതമായ ദുരുദ്ദേശത്തോടെയുള്ള നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റി വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തെന്നാണ് സൂചന. സമഗ്രമായ അന്വേഷണം നടക്കട്ടെയെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുകയാണെന്നും മന്ത്രി VN വാസവൻ കൂട്ടിച്ചേർത്തു. വളരെ സമഗ്ര അന്വേഷണമാണ് ഒരു ജഡ്ജിന്റെ നേതൃത്വത്തിൽ തന്നെ അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടത്. അതുകൊണ്ട് തന്നെയാണ് അതെല്ലാം ആരെങ്കിലും ഇതിനകത്ത് വേറെ ഉദ്യോഗസ്ഥന്മാർ ഭാഗമായിട്ടുണ്ടോ, ഏതെങ്കിലും ഇതിനകത്ത് പരസ്പര ബന്ധമുണ്ടോ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വെളിയിൽ വരണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ സമഗ്രമായ അന്വേഷണം നടത്തി അത് വെളിയിൽ വരട്ടെ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങളുമായി ജില്ലയിലെ ക്ഷേത്രങ്ങൾ. മഹാനവമി നാളിൽ ദക്ഷിണ മൂകാംബി പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിൽ ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ദക്ഷിണ മൂകാംബി സംഗീതോത്സവം ആസ്വാദകർക്ക് പുത്തൻ അനുഭവമായി. വിദ്യാരംഭ ചടങ്ങുകൾക്കായുള്ള തയ്യാറെടുപ്പുകളുമായി കോട്ടയം ജില്ലയിലെ ക്ഷേത്രങ്ങൾ. മഹാനവമി നാളിൽ ദേവീക്ഷേത്രങ്ങളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിൽ മഹാനവമി നാളിൽ 100 കണക്കിന് ഭക്തരാണ് തൊഴാനായി എത്തിയത്. ദേവിയുടെ 108 ശക്തിപീഠങ്ങളിൽ വിശേഷ പ്രാധാന്യം അർഹിക്കുന്നതാണ് ദക്ഷിണ മൂകാംബി പനച്ചിക്കാട് മഹാവിഷ്ണു മഹാസരസ്വതി ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണെങ്കിലും മൂകാംബിക സാന്നിധ്യമുള്ള മഹാസരസ്വതി ക്ഷേത്രമായാണ് ഇത് അറിയപ്പെടുന്നത്. സരസ്വതി പൂജയ്ക്ക് പ്രശസ്തമാണ് ഇവിടം. ആദിപരാശക്തിയുടെ 3 പ്രധാന രൂപങ്ങളിൽ വിദ്യയുടെ ദേവതയായി കാണുന്നത് മഹാസരസ്വതിയെ തന്നെ. സൃഷ്ടാവായ ബ്രഹ്മാവിന് സൃഷ്ടി നടത്തുവാൻ അറിവ് നൽകുന്നത് മൂലപ്രകൃതിയായ സരസ്വതി ദേവിയാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസം. ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ഒരു കുഴിയുടെ ഉള്ളിൽ വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷ്ഠ കാണാൻ കഴിയില്ല. കാട്ടുവള്ളികൾ പടർന്ന് നിൽക്കുന്നതുകൊണ്ട് ഭഗവതി പ്രതിഷ്ഠ പൂർണ്ണമായും മറഞ്ഞിരിക്കുകയാണ്. മലമുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നീർച്ചാലിൽ നിന്നാണ് ഈ കുഴിയിലേക്ക് വെള്ളം ലഭിക്കുന്നത്. ഈ നീർച്ചാൽ കിഴക്കോട്ടൊഴുകി നദിയിൽ ലയിക്കുന്നു. പനച്ചിക്കാട്ടെ പ്രധാന ഉത്സവം നവരാത്രിയോടനുബന്ധിച്ചുള്ള മഹാസരസ്വതി പൂജയാണ്. അതിനാൽ നവരാത്രി നാളുകളിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാളെ പുലർച്ചെ 4 മണി മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. സരസ്വതി നടയ്ക്ക് സമീപം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലാണ് എഴുത്തിനിരുത്ത്. 40ഓളം ആചാര്യന്മാർ കുരുന്നുകളെ എഴുത്തിനിരുത്തും. ഒരുക്കങ്ങൾ പൂർണ്ണമായതായി ദേവസ്വം അസിസ്റ്റന്റ് മാനേജർ KV ശ്രീകുമാർ പറഞ്ഞു. നാളെ വിജയദശമി, ഏകദേശം നമ്മളൊരു 20,000 കുരുന്നുകളെയാണ് നമ്മൾ അക്ഷരം എഴുതിക്കാൻ പ്രതീക്ഷിക്കുന്നത്. 2 മണിയോടുകൂടി പൂജയെടുപ്പ് ചടങ്ങുകൾ ആരംഭിക്കും. 4 മണിയോടുകൂടി പൂജയെടുപ്പ് ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി 4 മണിക്ക് തന്നെ വിദ്യാരംഭം ചടങ്ങുകൾ ആരംഭിക്കും. ഏകദേശം 40ഓളം ആചാര്യന്മാർ നമ്മുടെ വിദ്യാമണ്ഡപത്തിൽ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന വിദ്യാമണ്ഡപത്തിൽ
40ഓളം ആചാര്യന്മാരുണ്ടാവും. എത്ര പേര് വന്നാലും എഴുതും. കാരണം മുൻകൂട്ടി രസീത് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എത്ര പേര് വന്നാലും എഴുതിച്ചു വിടും. രാവിലെ 4 മുതൽ ഉച്ചയ്ക്ക് കഴിഞ്ഞൊരു 2 മണി 3 മണി വരെ വിദ്യാരംഭ ചടങ്ങുകൾ ഉണ്ടായിരിക്കും. ഇന്ന് രാവിലെ ദക്ഷിണ മൂകാംബി സംഗീതോത്സവം നടന്നു. വോക്കൽ, വയലിൻ, മൃദംഗം, ഘടം, മുഖർശംഖ് തുടങ്ങിയ സംഗീത വിരുന്നിൽ 200-ലധികം കലാകാരന്മാർ പങ്കെടുത്തു. നവരാത്രി ദിവസങ്ങളിൽ തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് വിശേഷാൽ പൂജകൾ ക്ഷേത്രത്തിൽ നടന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോഴ ഫാം ഫെസ്റ്റ് ഹരിതാരവം 2K25 സമാപനം. കാർഷിക വകുപ്പും ജില്ലാ പഞ്ചായത്തും ചേർന്നാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഹരിതാരവം സംഘടിപ്പിച്ചത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച കോഴ ഫാം ഫെസ്റ്റ് ഹരിതാരവം 2K25 സമാപിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു. പ്രായഭേദമില്ലാതെ കർഷകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും പുതുതലമുറയ്ക്ക് കാർഷിക മേഖലയുടെ സാധ്യതകൾ പരിചയപ്പെടുത്താനും ഫാം ഫെസ്റ്റ് ഉപകരിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നാളെ ഒരു ദിവസം കൂടി നമ്മുടെ സ്റ്റോളുകളൊക്കെ മുന്നോട്ട് പ്രവർത്തിപ്പിച്ച് ഫാം ഫെസ്റ്റ് നാളെ വൈകുന്നേരം അവസാനിപ്പിക്കാം എന്നൊരു നിർദ്ദേശം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അംഗീകരിക്കണം എന്ന് എനിക്കും ഒരാഗ്രഹമുണ്ട്. ഇത്തരത്തിലുള്ള കഴിവുകൾ അവരുടെ സ്കൂൾ തലത്തിൽ മത്സരങ്ങൾ നടത്തിക്കൊണ്ട് അതിനെല്ലാ കൃഷി ഓഫീസർമാരും ഭയങ്കരമായ എഫേർട്ട് എടുത്തിട്ടാണ് സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ട പെൻസിൽ ഡ്രോയിങ്, അവർക്ക് പാട്ടുകൾ അവതരിപ്പിക്കുന്നതിന് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മത്സരങ്ങൾ നടത്തിയാണ് അവരെയൊക്കെ 1, 2, 3 സ്ഥാനീയരാക്കി ബ്ലോക്ക് തലത്തിൽ കൊണ്ടുവന്ന് ബ്ലോക്കിൽ മത്സരങ്ങൾ നടത്തിയാണ് നമ്മളിവിടെ ജില്ലയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കുറേ ദിവസങ്ങളായി നമ്മൾ ഈ ഒരു ഫാം ഫെസ്റ്റ് വിജയിപ്പിക്കുന്നതിന് താഴെ തലം മുതൽ നടത്തിയ പ്രയത്നത്തിൻ്റെ ഫലമാണ് നമ്മുടെ ഈ ഫാം ഫെസ്റ്റ് ഇന്നിവിടെ നമുക്ക് വളരെ നല്ല രീതിയിൽ വൻ വിജയമാക്കി തീർക്കുന്നതിന് സാധിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല അധ്യക്ഷത വഹിച്ചു. മോൻസ് ജോസഫ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM മാത്യു, അംഗം നിർമ്മല ജിമ്മി, കൃഷി അഡീഷണൽ ഡയറക്ടർ തോമസ് സാമുവൽ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C ജോസ്, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ GV റെജി, ജില്ലാ കൃഷിത്തോട്ട ഫാം സൂപ്രണ്ട് ഹണി ലിസ ചാക്കോ, മുതിർന്ന കർഷകൻ TG മാത്യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. 87,000 രൂപയിലെത്തിയതോടെ ഇന്നുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വർധനയാണ് സ്വർണത്തിന് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 110 രൂപ കൂടി 10,875 പവന് 87,000 രൂപ. പവന് 880 രൂപയാണ് കൂടിയത്. 1 പവൻ സ്വർണം വാങ്ങാൻ 94,000-ലധികം രൂപ നൽകണം. 1979 ശേഷം സ്വർണ്ണവിലയിൽ ഏറ്റവും വലിയ വർധനയുണ്ടായ വർഷമാണ് 2025. പുതുപ്പള്ളിയിൽ വയോധികനെ കാണാതായിട്ട് 2 ആഴ്ച പിന്നിടുന്നു. പുതുപ്പള്ളി തച്ചുകുന്നുകടുപ്പിൽ കീഴാറ്റിൽ ചെറിയാനെയാണ് ഈ മാസം 19 മുതൽ കാണാതായത്. അസുഖബാധിതനാണ് ഇദ്ദേഹം. പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. കുടുംബം മുഖ്യമന്ത്രിക്കും SP-ക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. പാല ലാലം പഴയപള്ളിയിൽ തിരുക്കുടുംബ സംഗമം നടത്തി. 1000-ലധികം പേരാണ് തിരുക്കുടുംബ സംഗമത്തിൽ പങ്കാളികളായത്. പാല ലാലം പഴയപള്ളിയിൽ വിസ്ത വിൻസെന്റ് പോളിന്റെ തിരുനാളിനോടനുബന്ധിച്ച് പാല ഏരിയ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തിരുക്കുടുംബ സംഗമം നടത്തി. പാലായിലും പരിസര പ്രദേശങ്ങളുമായി വിവിധ സഭകളിലെ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന 550 പരം വയോജനങ്ങളുടെയും 600 പരം കുട്ടികളുടെയും ഒത്തുചേരലാണ് തിരുക്കുടുംബം എന്ന പേരിൽ നടന്നത്. ലാലം പഴയപള്ളിയിൽ രാവിലെ ജുമാലയും തുടർന്ന് വിശുദ്ധ കുർബാനയും നടന്നു. പാരിഷ് ഹാളിൽ സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് വളരെയേറെ നല്ല കാര്യങ്ങൾ ഈ പ്രദേശത്തെ പാലാ പ്രദേശത്തുള്ള വൃദ്ധജനങ്ങളും അതുപോലെ തന്നെ മറ്റ് രോഗാവസ്ഥയിലുള്ള വ്യക്തികൾക്കും വേണ്ടി നടത്തപ്പെടുന്ന ഒരുപാട് മഹനീയ കർമ്മങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കാക്കല്ലിൽ, സിസ്റ്റർ ആനീസ് വാഴയിൽ, ഫാദർ തോമസ് മണ്ണൂർ, മുനിസിപ്പൽ കൗൺസിലർ ബൈജു കലമ്പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പാല.
തലച്ചോറിലെ ട്യൂമറുകളുടെ രോഗനിർണയം വൈകുന്നതും ശരീരത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതും അപകടകരമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനായി ചേർപ്പങ്കൽ മാർസ്ലിവ മെഡിസിറ്റി നിർമ്മിച്ച തിരികെ ഹ്രസ്വചിത്രം ശ്രദ്ധ നേടുന്നു. ആശുപത്രിയിലെ ജീവനക്കാർ മാത്രമാണ് ഇതിൽ അഭിനയിച്ചതും. പാല മാർസ്ലിവ മെഡിസിറ്റിയിലെ ജീവനക്കാർ മാത്രം അണിനിരന്ന് നിർമ്മിച്ച പുതിയ ഹ്രസ്വചിത്രം തിരികെ പുറത്തിറങ്ങി. തലച്ചോറിലെ ട്യൂമറുകളുടെ പ്രാരംഭ ലക്ഷണങ്ങൾ അവഗണിക്കുന്നതിന്റെ അപകടത്തെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ കഥയാണ് ചിത്രം പറയുന്നത്. കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ന്യൂറോ സർജൻ ഡോക്ടർ MK സരീഷ് കുമാറാണ്. തിരക്കഥയും ക്രിയേറ്റീവ് ഡയറക്ഷനും അനീഷ് ആനിക്കാട്. ചിത്രസംയോജനം നിഖിൽ മാറ്റത്തിൽമടം. ബിജോ ജോസ് ആണ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് മനു പള്ളിക്കത്തോട്. ഡോക്ടർ MK സരീഷ് കുമാർ, ജോബിൻ ജോൺ, S അനീഷ റാണി, ഡോണി ജോൺസൺ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. തുടർച്ചയായ തലവേദന, കാഴ്ചക്കുറവ്, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ പലപ്പോഴും സ്ട്രെസ് കാരണമോ നിസ്സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ ആളുകൾ തള്ളിക്കളയുന്ന ലക്ഷണങ്ങൾ അവഗണിക്കുന്ന ഒരു രോഗിയുടെ യാത്രയാണ് ചിത്രം പിന്തുടരുന്നത്. നേരത്തെയുള്ള ട്യൂമറുകളുടെ രോഗനിർണയം ജീവൻ രക്ഷിക്കും. ഇന്ത്യയിൽ തലച്ചോറിലെ ട്യൂമറുകളുടെ രോഗനിർണയം വൈകുന്നത് സാധാരണമാണ്. അശ്രദ്ധ, അവബോധമില്ലായ്മ അല്ലെങ്കിൽ മുന്നറിയിപ്പ് ലക്ഷണങ്ങളെ ദൈനംദിന കാരണങ്ങളുമായി കൂട്ടിച്ചേർത്ത് അവഗണിക്കൽ എന്നിവയാണ് ഇതിന് കാരണം. തിരികെ ഒരു അതിജീവനത്തിന്റെ കഥ മാത്രമല്ല, ശരീരത്തിന്റെ മുന്നറിയിപ്പ് സിഗ്നലുകൾ അവഗണിക്കുന്നത് അപകടകരമാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കൃത്യസമയത്തുള്ള കൺസൾട്ടേഷനും ആധുനിക ചികിത്സാരീതികളും രോഗികൾക്ക് രോഗശമനത്തിന് ഏറ്റവും മികച്ച അവസരം നൽകുന്നു. ഈ പ്രോജക്റ്റിലൂടെ പൊതുജനങ്ങളിൽ അവബോധം വളർത്തുവാനും ന്യൂറോളജിക്കൽ ലക്ഷണങ്ങളെ തള്ളിക്കളയുന്നതിന് പകരം അവയെ തിരിച്ചറിയാൻ പ്രോത്സാഹിപ്പിക്കാനും സാധിക്കുമെന്ന് ടീം പ്രതീക്ഷിക്കുന്നു. ചിത്രം ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. ആരോഗ്യത്തിന് മുൻഗണന നൽകാനും തലച്ചോറിലെ ട്യൂമർ ലക്ഷണങ്ങളെക്കുറിച്ചുള്ള അശ്രദ്ധയുടെയും അജ്ഞതയുടെയും നിമിഷങ്ങളെ തകർക്കാനും ചിത്രം ജനങ്ങളെ പ്രചോദിപ്പിക്കുമെന്ന് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമലയിലെ ദ്വാരപാലക പീഠവിവാദത്തിൽ സമഗ്ര അന്വേഷണമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം സ്വാഗതാർഹം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് ആസൂത്രിത ഗൂഢനീക്കം. വിദ്യാരംഭത്തിനൊരുങ്ങി ക്ഷേത്രങ്ങൾ. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിയിൽ ഭക്തജനപ്രവാഹം. നാളെ പുലർച്ചെ 4 മണിക്ക് എഴുത്തിനിരുത്ത് ചടങ്ങ് ആരംഭിക്കും. കോഴ ഫാം ഫെസ്റ്റ് ഹരിതാരവം 2K25 സമാപനം. പ്രായഭേദമില്ലാതെ കർഷകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. സ്വർണ്ണക്കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില പവന് 87,000 രൂപ. ഇന്ന് വർദ്ധിച്ചത് 880 രൂപ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.